ഹായ് നമസ്കാരം. ഈസി ടിപ്സ് ഫോർ PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സിൻ്റേതാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ തുരങ്കപാത സ്ഥാപിക്കുന്നത് എവിടെയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ തുരങ്കപാത സ്ഥാപിക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിഴിഞ്ഞം. അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ 2024 പാസാക്കിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ 2024 പാസാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. പഞ്ചായത്തിലെ എല്ലാവരെയും ഡിജിറ്റൽ സാക്ഷരരാക്കാൻ സാക്ഷരതാ മിഷനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ചേർന്നു നടപ്പാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ഈ-മുറ്റം. പഞ്ചായത്തിലെ എല്ലാവരെയും ഡിജിറ്റൽ സാക്ഷരരാക്കാൻ സാക്ഷരതാ മിഷനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നടപ്പാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഈ-മുറ്റം. മിഷൻ റെയിൻബോ 2024 എന്ന പേരിൽ 100 ദിന കർമ്മ പരിപാടി നടപ്പാക്കുന്ന ബാങ്ക് ഏത്? ഓപ്ഷൻ എ കേരള ബാങ്ക്. മിഷൻ റെയിൻബോ 2024 എന്ന പേരിൽ 100 ദിന കർമ്മ പരിപാടി നടപ്പാക്കുന്ന ബാങ്കാണ് കേരള ബാങ്ക്. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് അഗ്രികൾച്ചറൽ ഇക്കണോമിസ്റ്റ് 2024 വേദി ഏതാണ്? ഓപ്ഷൻ എ ന്യൂഡൽഹി. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് അഗ്രികൾച്ചറൽ ഇക്കണോമിസ്റ്റ് 2024 വേദി ന്യൂഡൽഹിയാണ്. മലേറിയ രോഗത്തിനെതിരെ ലോകത്തെ ആദ്യമായി പതിവ് വാക്സിൻ പദ്ധതി ആരംഭിച്ച രാജ്യം ഏത്? ഓപ്ഷൻ എ കാമറൂൺ. മലേറിയ രോഗത്തിനെതിരെ ലോകത്തെ ആദ്യമായി പതിവ് വാക്സിൻ പദ്ധതി ആരംഭിച്ച രാജ്യമാണ് കാമറൂൺ. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ സോഫ്റ്റ്. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സോഫ്റ്റ്. അരുണാചൽ പ്രദേശ് വേദിയായ 2023-24 സന്തോഷ് ട്രോഫി കിരീടം നേടിയ ടീം ഏതാണ്? ഓപ്ഷൻ ഡി സർവീസസ്. അരുണാചൽ പ്രദേശ് വേദിയായ 2023-24 സന്തോഷ് ട്രോഫി കിരീടം നേടിയ ടീമാണ് സർവീസസ്. 2025 കാലാവസ്ഥാ ഉച്ചകോടിയുടെ COP30 വേദിയാകുന്ന രാജ്യം ഏതായി? ഓപ്ഷൻ ബി ബ്രസീൽ. 2025 കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ. ഇന്ത്യയും ഏതു രാജ്യവുമായി നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് സൈക്ലോൺ 1? ഓപ്ഷൻ ഡി ഈജിപ്ത്. ഇന്ത്യയും ഏതു രാജ്യവുമായി നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് സൈക്ലോൺ 1? ഈജിപ്തുമായിട്ട്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ ഡി വിജയ് ഛേത്രി. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് വിജയ് ഛേത്രി. പൂർണ്ണമായി സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബിൽ പാസാക്കിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കേരളം. പൂർണ്ണമായി സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബിൽ പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. ഗംഗാ നദീതട വികസനത്തിനു സമാനമായ ജല അഭിവൃദ്ധി പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി ഏതാണ്? ഓപ്ഷൻ ബി പെരിയാർ. ഗംഗാ നദീതട വികസനത്തിനു സമാനമായ ജല അഭിവൃദ്ധി പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി ഏതാണ്? പെരിയാർ. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ബി മമ്മൂട്ടി. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് മമ്മൂട്ടിക്കാണ്. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ എ രത്തൻ ടാറ്റ. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? രത്തൻ ടാറ്റയ്ക്ക്. ഡ്രൈവർ ഇല്ലാതെ ആദ്യ മേക്ക് ഇൻ ഇന്ത്യ മെട്രോ ട്രെയിൻ അവതരിപ്പിക്കുന്നത് ഏത് മെട്രോയാണ്? ഓപ്ഷൻ സി ഡൽഹി മെട്രോ. ഡ്രൈവർ ഇല്ലാതെ ആദ്യ മേക്ക് ഇൻ മെട്രോ ട്രെയിൻ അവതരിപ്പിക്കുന്ന ഏത് മെട്രോയാണ് ചോദിച്ചാൽ ഡൽഹി മെട്രോയാണ്. അടുത്തിടെ അന്തരിച്ച വേലായുധൻ പണിക്കശ്ശേരി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ചരിത്രകാരൻ. അടുത്തിടെ അന്തരിച്ച വേലായുധൻ പണിക്കശ്ശേരി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ചരിത്രകാരനാണ് കേട്ടോ. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി KN ഹരിലാൽ. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാൽ. അടുത്തിടെ അന്തരിച്ച ഏഷ്യൻ സിനിമയിലെ അമ്മ എന്നറിയപ്പെടുന്ന ആരാ? ഓപ്ഷൻ എ അരുണ വാസുദേവ്. അടുത്തിടെ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്നത് അരുണ വാസുദേവ്. ചെന്നൈയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് സർവീസ് ആരംഭിച്ച ഇന്ത്യയുടെ ആദ്യ രാജ്യാന്തര ക്രൂയിസ് കപ്പൽ ഏതാണ്? ഓപ്ഷൻ ഡി MVM പ്രസ്. ചെന്നൈയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് സർവീസ് ആരംഭിച്ച ഇന്ത്യയുടെ ആദ്യ രാജ്യാന്തര ക്രൂയിസ് കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ MVM പ്രസ്. കാട്ടുതീ പടർന്ന് 100-ലധികം പേർക്ക് ജീവൻ നഷ്ടമായ മൗവി ദ്വീപ് ഏതു രാജ്യത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ സി അമേരിക്ക. കാട്ടുതീ പടർന്ന് 100-ലധികം പേർക്ക് ജീവൻ നഷ്ടമായ മൗവി ദ്വീപ് ഏതു രാജ്യത്താണ്, അല്ലെങ്കിൽ ഏതു രാജ്യത്തിന്റെ ഭാഗമാണ്? അമേരിക്കയുടെ. കേന്ദ്ര സർക്കാർ നിയമിച്ച അജയ് ലാംബ കമ്മീഷന്റെ അന്വേഷണ വിഷയം എന്തായിരുന്നു? ഓപ്ഷൻ എ മണിപ്പൂരിൽ നടന്ന കലാപമാണ് കേട്ടോ. കേന്ദ്ര സർക്കാർ നിയമിച്ച അജയ് ലാംബ കമ്മീഷന്റെ അന്വേഷണ വിഷയം എന്താണ്? മണിപ്പൂരിൽ നടന്ന കലാപം. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ഓപ്ഷൻ എ PSLV-5. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ PSLV-5. രാജ്യാന്തര ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ടൈം ഔട്ടിലൂടെ പുറത്താകുന്ന കായിക താരം ആരാണ്? ഓപ്ഷൻ എ ഏഞ്ചലോ മാത്യൂസ്. കേരളത്തിലെ പുതിയ വേഗപരിധി അനുസരിച്ച് ഇരുചക്ര വാഹനങ്ങളുടെ പരമാവധി വേഗത എത്രയാണ്? ഓപ്ഷൻ ബി 60 km/h. ബഹിരാകാശ നേട്ടങ്ങൾ ഉൾപ്പെടുത്തി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആരംഭിച്ച വെർച്വൽ മ്യൂസിയം ഏതാണ്? ഓപ്ഷൻ ബി സ്പാർക്ക് ആണ് കേട്ടോ. ബഹിരാകാശ നേട്ടങ്ങൾ ഉൾപ്പെടുത്തി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആരംഭിച്ച വെർച്വൽ മ്യൂസിയമാണ് സ്പാർക്ക്. സംസ്ഥാനത്തെ നീർത്തട പ്രദേശങ്ങൾ സംരക്ഷിക്കാനും മണ്ണു സംരക്ഷണത്തിനുമായി ജനപങ്കാളിത്തോടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഹരിത കേരള മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി നീരുറവ്. എന്താണ് ക്വസ്റ്റ്യൻ? സംസ്ഥാനത്തെ നീർത്തട പ്രദേശങ്ങൾ സംരക്ഷിക്കാനും മണ്ണു സംരക്ഷണത്തിനുമായി ജനപങ്കാളിത്തത്തോടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഹരിത കേരള മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് നീരുറവ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഏത് സംസ്ഥാന സർക്കാരാണ് ജാതി സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടത്? ഓപ്ഷൻ സി ബീഹാർ ആണ് കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഏത് സംസ്ഥാന സർക്കാരാണ് ജാതി സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടത്? ബീഹാർ. അടുത്തത് സമുദ്രനിരപ്പിലെ ഖനികൾ കണ്ടെത്താൻ ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ഏതാണ്? ഓപ്ഷൻ ഡി നീരാക്ഷി. സമുദ്രത്തിനടിയിലെ ഖനികൾ കണ്ടെത്താൻ ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ നീരാക്ഷിയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.